കോഴിക്കോട് വടകരയിൽ ആംബുലൻസിന്റെ വഴിമുടക്കിയ കാർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. വടകരയിൽ നിന്ന് കോഴിക്കോട്ട് പോവുകയായിരുന്ന ആംബുലൻസിനാണ് കാർ ഡ്രൈവർ വഴി കൊടുക്കാതെ ഇരുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകും. പറയൂ രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ ആംബുലൻസിന്റെയൊക്കെ വഴിമുടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അത്യാസന്ന നിലയിൽ രോഗിയുമായി വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുകയായിരുന്നു ഈ ആംബുലൻസ്. ഈ ആംബുലൻസ് കൊയിലാണ്ടി എത്തിയപ്പോഴാണ് മുന്നോട്ട് കടന്നു പോകാനാകാത്ത രീതിയിൽ ഒരു കാറ് ഈ ആംബുലൻസിന്റെ വഴി മുടക്കുന്നത്. തുടർന്ന് ഈ ആംബുലൻസിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനാണ് ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കൊയിലാണ്ടി പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഈ വഴിമുടക്കിയ കാറിന്റെ നമ്പർ ഇതാണ്, KL 86A0001 എന്ന ബെൻസ് കാറാണ് ഈ ആംബുലൻസിന്റെ വഴി മുടക്കിയിട്ടുള്ളത്. ഈ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള മുഹമ്മദിന്റെ മൊഴി കൊയിലാണ്ടി പോലീസ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാർ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറുകയും തുടർന്ന് മോട്ടോർ വാഹന വകുപ്പായിരിക്കും ഈ കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. രാഹുൽ സുരേഷ്.